ഡേവിഡ് പെട്ടെന്ന് വണ്ടി ബ്രേക്ക് ചെയ്ത് നിർത്തി. അയാൾ മുന്നിലേക്ക് സൂക്ഷിച്ചു നോക്കി. അതെ, തനിക്ക് തോന്നിയതല്ല, മുന്നിലൊരു വൃദ്ധൻ. അയാൾ തൻ്റെ വണ്ടിക്ക് നേരെ കൈ കാണിച്ചു നിർത്താൻ ആവശ്യപ്പെടുകയാണ്. ഡോർ തുറന്ന് ഡേവിഡ് പുറത്തിറങ്ങുമ്പോഴേക്കും അവശനായ ആ വൃദ്ധൻ വഴിയിലേക്ക് വീണുപോയിരുന്നു. ഡേവിഡ് മറ്റൊന്നും ചിന്തിക്കാതെ അയാളെ താങ്ങി തൻ്റെ വണ്ടിയുടെ പിൻസീറ്റിലിരുത്തി. അർദ്ധബോധാവസ്ഥയിൽ അയാൾ ഡേവിഡിനെ ഒന്ന് നോക്കി. ഡോർ അടച്ചിട്ട് ഡേവിഡ് ചുറ്റും നോക്കി. ആരെയും കാണുന്നില്ല. ഈ വൃദ്ധൻ എങ്ങനെ ഈ അസമയത്ത് ഇവിടെ എത്തിയെന്ന് അയാൾക്ക് അതിശയം തോന്നി. ഡേവിഡ് സീറ്റിൽ വന്നിരുന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്തു. അടുത്തുള്ള ആശുപത്രിയിൽ അയാളെ എത്തിക്കാമെന്നായിരുന്നു അപ്പോൾ ഡേവിഡ് ചിന്തിച്ചത്. പുറകിലേക്ക് തിരിഞ്ഞു അയാളെ ഒന്നുകൂടി നോക്കിയ ശേഷം ഡേവിഡ് വണ്ടി മുന്നോട്ടെടുത്തു. അപ്പാപ്പൻ രാത്രി എവിടെ പോയതാണ്? മറുപടിയില്ല. ഞാൻ ഡേവിഡ്. അപ്പാപ്പന് എൻ്റെ മരിച്ചുപോയ അപ്പൻ്റെ നല്ല ചായയുണ്ട്. അതാ ഞാൻ ഒന്നും ചോദിക്കാതെ വണ്ടിയെ കയറ്റി ഇരുത്തിയത്. വൃദ്ധൻ ഒന്നും ശ്രദ്ധിക്കുന്നില്ല. റിയർ വ്യൂ മിററിൽ കൂടി ഡേവിഡ് അയാളെ ശ്രദ്ധിച്ചു. അയാൾ ആകെ അസ്വസ്ഥനായിരുന്നു. കുറച്ചു ദൂരം മുന്നോട്ട് പോയപ്പോൾ മഴ പെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് ഡേവിഡിനൊരു ഫോൺ കോൾ വന്നത്. വീട്ടിൽ നിന്നാണ്. അയാൾ വണ്ടി നിർത്താതെ തന്നെ കോൾ അറ്റൻഡ് ചെയ്ത് സംസാരിച്ചുകൊണ്ട് വണ്ടി ഓടിച്ചു. 5 മിനിറ്റ് സംസാരിച്ച് ഫോൺ കട്ട് ചെയ്തു. വീട്ടിൽ നിന്നാന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ഡേവിഡ് കണ്ണാടിയിലേക്ക് നോക്കി. അയാൾ ഞെട്ടിപ്പോയി. പുറകിൽ ആരുമില്ല. സീറ്റ് ഒഴിഞ്ഞു കിടക്കുന്നു. ഡേവിഡ് ആകെ ഭയന്ന് വിറച്ച് അയാൾക്ക് വണ്ടിയുടെ നിയന്ത്രണം നഷ്ടമായി. വണ്ടി നേരെ ഇടതുവശത്തേക്ക് നീങ്ങി. റോഡിന് ഇടതുവശത്ത് നിന്നിരുന്ന ഒരാളുടെ നേരെ വണ്ടി പാഞ്ഞെടുത്തു. സ്വബോധം വീണ്ടും കിട്ടിയ ഡേവിഡ് വണ്ടി പെട്ടെന്ന് ബ്രേക്ക് ചെയ്തു. പക്ഷേ അയാളെ വണ്ടി ചെറുതായൊന്ന് തട്ടി. അയാൾ റോഡിന് വശത്തേക്ക് മറിഞ്ഞു വീണു. ഡേവിഡ് വണ്ടി കുറച്ച് മുന്നിലായി നിർത്തി. ഒന്നുകൂടി പുറകിലെ സീറ്റിലേക്ക് നോക്കി. അത് ശൂന്യമായിരുന്നു. ഡോർ ആണെങ്കിൽ ലോക്കായി തന്നെ കിടക്കുന്നു. അപ്പോൾ താൻ നേരത്തെ വണ്ടിയിൽ കയറ്റിയ വൃദ്ധൻ എവിടെ? അപ്പോഴാണ് വണ്ടി ഇടിച്ച ആളെ പറ്റി ഡേവിഡ് ചിന്തിച്ചത്. അയാൾ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. അതൊരു പെൺകുട്ടിയായിരുന്നു. രാത്രി 12 മണിയോടെടുക്കുന്നു. ഈ സമയത്ത് ഈ വിജനമായ വഴിയിൽ ഈ പെൺകുട്ടി എങ്ങനെ വന്നു? ഡേവിഡ് അടുത്തുപോയി അവളോട് സംസാരിച്ചു. അവൾക്ക് അധികം പരിക്കൊന്നുമില്ല. പക്ഷേ മഴ നനഞ്ഞ് ആകെ കുതിർന്നിരുന്നു. കാറുണ്ട്, വേണമെങ്കിൽ ആശുപത്രി പോകാം. വേണ്ട, എനിക്ക് പരിക്കൊന്നുമില്ല. എങ്കിൽ നിങ്ങൾക്ക് എവിടെയാ പോകണ്ടെന്ന് പറയൂ, ഞാൻ കൊണ്ടുവിടാം. ഈ മഴയത്ത് ഇങ്ങനെ ഒരു സ്ഥലത്ത് എന്തായാലും ഒറ്റയ്ക്ക് നിൽക്കണ്ട. അവൾ കുറച്ചു സമയം ചിന്തിച്ചു. എന്നിട്ട് അയാൾ പറഞ്ഞത് സമ്മതിച്ച് അയാൾക്കൊപ്പം വണ്ടിയുടെ അടുത്തേക്ക് നടന്നു. ഡേവിഡ് അവളെ മുൻസീറ്റിലിരുത്തിയ ശേഷം വലതുവശത്ത് വന്നിരുന്നു. അവൾ മഴയിൽ ആകെ നനഞ്ഞിരുന്നു. വണ്ടിയിൽ കയറിയ ശേഷവും അവൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഡേവിഡ് കാറിലുണ്ടായിരുന്ന തൻ്റെ കോട്ട് അവൾക്ക് നൽകി. അവൾ അത് വാങ്ങി ധരിച്ചു. എവിടെയാ പോകേണ്ടത്? അവൾ തൻ്റെ വീട്ടിലേക്കുള്ള വഴി പറഞ്ഞു കൊടുത്തു. ഡേവിഡ് വണ്ടി തിരിച്ചു. താൻ കടന്നു വന്ന വഴിയാണ്. അവളെ വീട്ടിൽ കൊണ്ടുവിടാനായി ഡേവിഡ് വന്ന വഴി തിരികെ വണ്ടി ഓടിച്ചു. രാത്രി എവിടെ പോയതാണ്? വല്യമ്മച്ചിയെ കാണാൻ പോയതാ. തിരികെ വന്നപ്പോൾ വൈകി. പിന്നെയും മഴയും. കുറച്ചു ദൂരം കഴിഞ്ഞപ്പോൾ അവൾ വണ്ടി നിർത്താൻ പറഞ്ഞു. അവൾ അവിടെ ഇറങ്ങി. അതാ എൻ്റെ വീട്. ഡേവിഡ് അങ്ങോട്ടേക്ക് നോക്കി. നേരത്തെ താൻ ആ വൃദ്ധനെ കയറ്റിയതും ഇതിനടുത്ത് വെച്ചാണെന്ന് ഡേവിഡ് ഓർത്തു. പക്ഷെ അപ്പോൾ ഈ വീട് കണ്ടില്ലായിരുന്നല്ലോ. ഡേവിഡ് ആ കോട്ട് തിരികെ വാങ്ങിയില്ല. അവൾ നന്ദി പറഞ്ഞ് അവളുടെ വീട്ടിലേക്ക് നടന്നു. വീടിന് മുന്നിലെത്തിയപ്പോൾ അവൾ തിരിഞ്ഞു നിന്ന് കൈവീശി കാണിച്ചു. ഡേവിഡ് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുത്തു. ഡേവിഡ് ആ വൃദ്ധന്റെ കാര്യം ഓർത്ത് അതിശയപ്പെട്ടു. എന്നാലും അയാൾ എവിടെ പോയി? ഇനി തനിക്ക് തോന്നിയതാണോ? മഴ അപ്പോഴേക്ക് മാറിയിരുന്നു. കുറച്ചു ദൂരം മുന്നോട്ട് പോയപ്പോൾ ഡേവിഡ് നേരത്തെ പെൺകുട്ടിയെ വണ്ടി തട്ടിയ സ്ഥലത്തെത്തി. അപ്പോഴാണ് ഡേവിഡ് ആ കാര്യം ഓർത്തത്. തൻ്റെ പാസ്പോർട്ട് അവൾക്ക് കൊടുത്ത ആ കോട്ടിൻ്റെ പോക്കറ്റിലായിരുന്നു. നാളെ വൈകുന്നേരം തനിക്ക് തിരിച്ചു പോകാനുള്ളതാണ്. രാവിലെ പോയി എടുക്കാനുള്ള സമയം ഉണ്ടാവില്ല. അയാൾ വേഗം വണ്ടി തിരിച്ചു. വന്ന വഴിയെ വീണ്ടും പോയി. പെൺകുട്ടിയുടെ വീടിന് മുന്നിൽ വണ്ടി നിർത്തി. പുറത്തിറങ്ങി വീടിൻ്റെ വാതിൽ മുട്ടി. അവൾ തന്നെയാണ് വാതിൽ തുറന്നത്. ഡേവിഡിനെ കണ്ട് അവൾ അതിശയിച്ചു. എന്തു പറ്റി? എൻ്റെ പാസ്പോർട്ട് ആ കോട്ടിൻ്റെ ഉള്ളിലായിപ്പോയി. അവൾ അകത്തുപോയി കോട്ടും ആ പാസ്പോർട്ടുമായി വന്നു. വീട്ടിൽ വേറെ ആരുമില്ലേ? ഇല്ല, ഒരു മരണം. എല്ലാവരും അവിടെ പോയിരിക്കുകയാണ്. ശരി, എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ. ഡേവിഡ് അവിടെ നിന്ന് ഇറങ്ങി തൻ്റെ വണ്ടിയിലെത്തി. പക്ഷെ പിന്നീട് എത്ര ശ്രമിച്ചിട്ടും വണ്ടി സ്റ്റാർട്ടാവുന്നില്ല. അപ്പോൾ വീണ്ടും മഴ പെയ്തു തുടങ്ങി. ഡേവിഡ് തിരികെ അവളുടെ വീട്ടിൽ വന്നു. മഴ തോരാനായി കാത്തുനിന്നു. പക്ഷേ ഏറെ നേരം നിന്നിട്ടും മഴ തോർന്നില്ല. ഇനിയിപ്പോൾ നേരം വെളുത്തിട്ടേ മഴ തോരത്തുള്ളൂ. ഇന്നെന്തായാലും ഇവിടെ തങ്ങാം. അവൾ നിർബന്ധിച്ചപ്പോൾ ഡേവിഡ് അതിന് സമ്മതിച്ചു. 2 മുറികൾ മാത്രമുള്ള ചെറിയൊരു വീടായിരുന്നു അത്. ഡേവിഡിന് അവൾ മുൻവശത്തെ മുറിയിൽ പായ വിരിച്ചു കൊടുത്തിട്ട് അവൾ അകത്തെ മുറിയിലേക്ക് പോയി കിടന്നു. ആകെ ക്ഷീണിച്ചിരുന്ന ഡേവിഡ് അല്പസമയത്തിനുള്ളിൽ തന്നെ ഉറങ്ങി. തൊണ്ട വരളുന്ന പോലെ ദാഹം. ഡേവിഡ് ഞെട്ടി ഉണർന്നു. അയാൾ ചുറ്റും നോക്കി. അടുത്തെങ്ങും വെള്ളമില്ല. അടുത്ത മുറിയിൽ അപ്പോഴും ചെറിയൊരു പ്രകാശമുണ്ടായിരുന്നു.
അയാൾ സമയം നോക്കി 2 മണി കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ ഇതുവരെ ഉറങ്ങിയില്ലേ? ഡേവിഡ് ചിന്തിച്ചു. ഉറങ്ങിയിട്ടില്ലെങ്കിൽ അവളോട് വെള്ളം ചോദിക്കാമെന്ന് ചിന്തിച്ചുകൊണ്ട് എഴുന്നേറ്റു. എഴുന്നേൽക്കാൻ വളരെയധികം ആയാസപ്പെടേണ്ടി വന്നു. ഉറങ്ങി എഴുന്നേറ്റ് താൻ എന്താണ് ഇത്രയേറെ ക്ഷീണിച്ചതെന്ന് അയാൾക്ക് അതിശയം തോന്നി. അയാൾ മെല്ലെ അടുത്ത മുറിയിലേക്ക് നടന്നു. ആ മുറിയുടെ അടുത്ത് അവിടെ എത്തിയപ്പോൾ ആരോ സ്വരം താഴ്ത്തി എന്തോ ഉരുവിടുന്ന ശബ്ദം കേട്ടു. ശ്രദ്ധിച്ചപ്പോൾ അത് ആ പെൺകുട്ടിയുടെ ശബ്ദമാണെന്ന് മനസ്സിലായി. സംശയം തോന്നിയ ഡേവിഡ് മുറിയുടെ അകത്ത് കയറാതെ വാതിലിന് മുന്നിലെ കർട്ടൻ കുറച്ചു നീക്കി അകത്തേക്ക് നോക്കി. അകത്തെ കാഴ്ച കണ്ട് അയാൾ ശരിക്കും ഞെട്ടി. ആ പെൺകുട്ടി അകത്ത് മുറിയിൽ തറയിലിരിക്കുന്നു. കറുത്ത നിറത്തിലുള്ള വ്യത്യസ്തമായൊരു വേഷം. എന്തൊക്കെയോ ഉരുവിടുന്നുണ്ട്. അവിടെന്തോ ദുർമന്ത്രവാദമാണ് നടക്കുന്നതെന്ന് ഡേവിഡിന് മനസ്സിലായി. ഡേവിഡ് ആകെ ഭയന്നു വിറച്ചു. എങ്ങനെയെങ്കിലും അവിടുന്ന് രക്ഷപ്പെടാൻ അയാൾ തീരുമാനിച്ചു. പെട്ടെന്നാണ് അയാൾ അത് കണ്ടത്. അവൾ ഇരിക്കുന്നതിൻ്റെ എതിർവശത്ത് ഒരാൾ പൊക്കത്തിൽ ഒരു വലിയ ഇരുമ്പുകൂട്. ആ ഇരുമ്പുകൂട്ടിനുള്ളിൽ നിഴൽ പോലെ ഒരു ഇരുണ്ട രൂപം. കുറച്ചു സമയം ശ്രദ്ധിച്ചപ്പോൾ ആ രൂപം കൂടുതൽ തെളിഞ്ഞു വരുന്നത് പോലെ തോന്നി. ആ രൂപം തെളിഞ്ഞു വരുന്തോറും ഡേവിഡ് കൂടുതൽ സ്തബ്ധനായി. കാരണം അത് അയാളുടെ തന്നെ രൂപമായിരുന്നു. അയാൾക്ക് സ്വന്തം ശരീരം തളർന്നത് പോലെ തോന്നി. നോക്കി നിൽക്കെ അയാളുടെ ശരീരത്തിൽ ആകെ ജരാനരകൾ ബാധിച്ചു. മുറിയിലെ അയാളുടെ രൂപം കൂടുതൽ പ്രകടമായി തെളിഞ്ഞു വന്നു. ആ കൂട്ടിനുള്ളിലെ രൂപം തെളിഞ്ഞു വരുന്തോറും തൻ്റെ ശരീരത്തിന് പ്രായം വർദ്ധിച്ചു വരുന്നതായി അയാൾക്ക് മനസ്സിലായി. ഡേവിഡ് ബാക്കിയുണ്ടായിരുന്ന അല്പം ബലം കൊണ്ട് അവിടുന്ന് നേരെ പുറത്തേക്ക് പാഞ്ഞു. ആ വീടിന് പുറത്തിറങ്ങി അയാൾ പറ്റാവുന്ന വേഗത്തിൽ നടന്നു. പെട്ടെന്നാണ് ഒരു കാർ അതുവഴി വരുന്നത് അയാൾ കണ്ടത്. ആ കാറിന് നേരെ അയാൾ കൈ കാണിച്ചു. അത് കണ്ട് ആ കാർ നിർത്തി അത് ഓടിച്ചിരുന്നയാൾ പുറത്തേക്കിറങ്ങി ഡേവിഡിൻ്റെ അടുത്തേക്ക് നടന്നു വന്നു. ഡേവിഡ് അയാളെ മുഖമുയർത്തി നോക്കി. ആ വന്ന ആളെ കണ്ട് ഡേവിഡ് ഞെട്ടി. അത് അയാൾ തന്നെയായിരുന്നു. ഡേവിഡ് അവിടെ തളർന്നു വീണു. കാറിൽ നിന്ന് വന്ന ആ ആൾ ഡേവിഡിനെ താങ്ങി വണ്ടിയിലിരുത്തി. അപ്പാപ്പൻ രാത്രി എവിടെ പോയതാ? ഡേവിഡിന് ഒന്നും സംസാരിക്കാൻ കഴിയുന്നുമില്ല. അയാൾ തുടർന്നു. ഞാൻ ഡേവിഡ്. അപ്പാപ്പന് എൻ്റെ മരിച്ചുപോയ അപ്പൻ്റെ നല്ല ചായയുണ്ട്. അതാ ഞാൻ ഒന്നും ചോദിക്കാതെ വണ്ടിയെ കയറ്റിയിരുത്തിയത്. താൻ പറഞ്ഞ അതേ കാര്യങ്ങൾ. അപ്പോൾ ഇനി സംഭവിക്കാൻ പോകുന്നത് നേരത്തെ പോലെ അയാൾക്ക് ഫോൺ വന്നു. വരാൻ പോകുന്ന ആപത്തിനെ പറ്റി അയാൾക്ക് മുന്നറിയിപ്പ് കൊടുക്കണമെന്ന് ഡേവിഡിന് മനസ്സിലായി. പക്ഷേ അയാൾക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. ആ സമയം അയാൾ ദൂരെ കണ്ടു ആ പെൺകുട്ടിയെ. വീണ്ടും തന്നെ അകപ്പെടുത്തുവാൻ ആ റോഡിനരികിൽ. തൻ്റെ എത്ര ജന്മങ്ങളാണ് അവളിങ്ങനെ അപഹരിച്ചു കൊണ്ടിരിക്കുന്നത്. ഉറക്കെ കരയാൻ തോന്നി. ശബ്ദം പുറത്തു വരുന്നില്ല. കണ്ണുകളിൽ അപ്പോൾ ആ പെൺകുട്ടിയുടെ വീട്ടിൽ കണ്ട ഇരുമ്പുകൂട് തെളിഞ്ഞു വരുന്നു. അതിനുള്ളിൽ ബന്ധനസ്ഥനായി കഴിയുന്ന തൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ട ശരീരം അന്തരീക്ഷത്തിലേക്ക് സ്വയം അലിഞ്ഞില്ലാതാകുന്നത് മറ്റൊന്നും ചെയ്യാനാകാതെ അയാൾ ഒരിക്കൽ കൂടി അനുഭവിച്ചറിഞ്ഞു. വഴിയരികിൽ അപ്പോഴും ആ പെൺകുട്ടി കാർ അടുത്ത് വരുന്നതും കാത്തു നിൽപ്പുണ്ടായിരുന്നു.